നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായും വിടവാങ്ങി. ടെസ്റ്റ് ഏകദിന ക്രിക്കറ്റിൽ നിന്ന് നേരത്തെ വിരമിച്ച അഫ്രീദി ഇപ്പോൾ 2020യോടും വിട പറഞ്ഞാണ് നീണ്ട 21 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചത്. 2010-ൽ ടെസ്റ്റിൽ നിന്ന് വിരമിച്ച 36-കാരനായ അഫ്രീദി 2015 ലോകകപ്പോടെ ഏകദിന ക്രിക്കറ്റും ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് പാക് 2020 ടീമിൽ തുടർന്നു വരികയായിരുന്നു. 2016-ൽ ഇന്ത്യയിൽ നടന്ന ലോക 2020 ചാമ്പ്യൻഷിപ്പിൽ പാകിസ്ഥാനെ നയിച്ചു. ഷാർജയിൽ നടന്ന പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ പെഷ്വാർ സലാമിക്കായി 28 പന്തിൽ നിന്ന് 54 റൺസെടുത്ത ശേഷമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും പൂർണ്ണമായും വിരമിക്കുന്ന കാര്യം അഫ്രീദി അറിയിച്ചത്. തന്റെ ആരാധകർക്കായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിൽ അടുത്ത 2 വർഷം തുടരുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് ബാറ്റിംഗിന് പേരുകേട്ട അഫ്രീദി ബൂം ബൂം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ 1996-ൽ 36 പന്തിൽ നിന്ന് നേടിയ സെഞ്ചുറി അഫ്രീദിയെ ലോക ക്രിക്കറ്റിന്റെ നെറുകയിലെത്തിച്ചു. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളാണ് അഫ്രീദി. ഫീൽഡിലും ക്രീസിലും ആക്രമണോത്സുകനായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ വിവാദങ്ങളും അദ്ദേഹത്തിന്റെ കരിയറിൽ ഒപ്പം കൂടി. 27 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് 1176 റൺസ് നേടിയിട്ടുണ്ട്. 156 റൺസാണ് ടെസ്റ്റ് മത്സരങ്ങളിലെ ഉയർന്ന സ്കോർ. 48 വിക്കറ്റുകളും ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി നേടി. 398 ഏകദിന മത്സരങ്ങൾ കളിച്ചു. 8064 റൺസാണ് സമ്പാദ്യം. 124 റൺസാണ് ഏകദിനത്തിലെ ഉയർന്ന സ്കോർ. 2020-ൽ കളിച്ചത് 98 മത്സരങ്ങളാണ്. 1405 റൺസാണ് നേടിയിട്ടുള്ളത്. ഏതായാലും അന്താരാഷ്ട്ര ക്രിക്കറ്റിന് നികത്താനാകാത്ത നഷ്ടമായിരിക്കും അഫ്രീദിയുടെ വിടവാങ്ങൽ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.